നമസ്കാരം. ഡേ 1 ഓഫ് മൈ വെയിറ്റ് ലോസ് ചലഞ്ച്. ഇന്ന് മോർണിംഗ് എംപ്റ്റി സ്റ്റൊമക്കിൽ വെയിറ്റ് നോക്കി 67.3 kg ആണ്. എൻ്റെ ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത് 63 kg ആണ്. എന്നാലും 60 ആക്കണമെന്നാണ് ആഗ്രഹം. നോക്കാം എത്രത്തോളം പോകുമെന്ന്. ഇന്ന് മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് ജീരകവെള്ളവും തലേന്ന് കുതിർത്ത് വെച്ച ബദാമും വാൾനട്ടുമാണ് കഴിച്ചത്. ഒരു ഹെൽത്ത് ടിപ്പ് പറയാം. നിങ്ങളിൽ പലരും കേൾക്കുകയും ട്രൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവുമല്ലേ, ചില വെള്ളം കുടിച്ചാൽ വെയിറ്റ് കുറയും എന്നൊക്കെ. അതായത് ചിയ സീഡ് വാട്ടർ കുടിച്ചാൽ, ചൂടുവെള്ളത്തിൽ തേനും നാരങ്ങയും ഒഴിച്ച് കുടിച്ചാൽ വണ്ണം കുറയും എന്നൊക്കെ. എന്നാൽ അങ്ങനെ ഒരു മാജിക് ഡ്രിങ്കോ ഒരു ഫുഡോ ഇല്ല. രാവിലെ കാപ്പിക്കോ ചായക്കോ പകരം ജീരകവെള്ളം, ഉലുവ വെള്ളം, കറുകപ്പട്ടയിട്ട് തിളപ്പിച്ച വെള്ളം ഒക്കെ കുടിച്ചാൽ അത് വണ്ണം കുറയാൻ നേരിട്ട് സഹായിക്കുകയല്ല, മറിച്ച് നമ്മുടെ ശരീരത്തെ ഹൈഡ്രേറ്റ് ചെയ്യാനും ഡൈജഷൻ മെച്ചപ്പെടുത്താനും മെറ്റബോളിസം കൂട്ടാനും ശരീരത്തെ ടോക്സിൻസ് റിമൂവ് ചെയ്യാനുമാണ് സഹായിക്കുന്നത്. ഒരു ഡ്രിങ്കും ഒരാഴ്ചയിൽ കൂടുതൽ കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓരോ ആഴ്ചയും റൊട്ടേറ്റ് ചെയ്ത് കുടിക്കാം. ഒരേ ഡ്രിങ്ക് കൊണ്ട് ബോഡിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള സൈഡ് എഫക്റ്റ് ഒഴിവാക്കാനും എല്ലാ ഡ്രിങ്കിൻ്റെയും ഗുണം നമുക്ക് ലഭിക്കാനും വേണ്ടിയിട്ടാണ് ഇത്. ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത് 2 ദോശയും സാമ്പാറും മുട്ട പുഴുങ്ങിയതുമാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ഇഡ്ഡലിയോ റാഗി ദോശയോ ഓട്സ് ദോശയോ ഇടിയപ്പമോ ഒക്കെ കഴിക്കാം. എന്നാൽ പുട്ടുപഴം, ഉപ്പുമാവ് പഴം പോലെയുള്ള കോമ്പിനേഷൻസ് ഒഴിവാക്കി എല്ലാത്തിനും എന്തെങ്കിലും കറി കൂട്ടി കഴിക്കാൻ ശ്രമിക്കാം. കടല, പയറ്, ഗ്രീൻ പീസ് പോലെയുള്ള കറികൾ ഇതിനകത്ത് ഉൾപ്പെടുത്താം. ഇതെല്ലാം 2 എണ്ണത്തിൽ കൂടാൻ പാടില്ല. കൂടെ നിങ്ങൾക്ക് കറി കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കാം. കൂടെ മുട്ട പുഴുങ്ങിയത് 1-2 എടുക്കാം. എഗ് വൈറ്റ് മാത്രമായിട്ട് 2-3 എടുക്കാം. ഞാൻ മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് ഒരു ഓറഞ്ചാണ് എടുത്തത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കാം. അല്ലെങ്കിൽ കരിക്കൻ വെള്ളം, മോരിൻ വെള്ളം, ഉപ്പിട്ട നാരങ്ങ വെള്ളം, വെജിറ്റബിൾ സാലഡ്, ഒരു പിടി നട്ട്സ്, ഇതിലേതെങ്കിലും ഒന്ന് കഴിക്കാം. ലഞ്ചിന് ഞാൻ യൂഷ്വലി ചോറും കറികളും തന്നെയാണ് എടുക്കാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തി, ഗോതമ്പ് ദോശ, ഓട്സ് ദോശ, അങ്ങനെ എന്തെങ്കിലും ദോശ എടുക്കാവുന്നതാണ്. ഒരെണ്ണം കഴിച്ചാൽ വിശപ്പ് മാറുമെങ്കിൽ അതിൽ നിർത്തുക. ബാക്കി വെജിറ്റബിൾസോ സാലഡ്സോ ചിക്കനോ ഫിഷോ എഗ്ഗോ യോഗട്ട് അങ്ങനെയുള്ളതൊക്കെ എടുക്കാവുന്നതാണ്. ഞാൻ ഈവനിങ് സ്നാക്കായിട്ട് ഒരു ഏത്തപ്പഴവും മധുരമില്ലാത്ത ബ്ലാക്ക് കോഫിയാണ് എടുത്തത്. ഇതിൻ്റെ ഒരു പ്രീ വർക്കൗട്ട് സ്നാക്ക് കൂടിയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ടോ മിക്സഡ് നട്ട്സോ സീഡ്സോ ഒരു കൈപ്പിടി എടുക്കാവുന്നതാണ്. ക്വാണ്ടിറ്റി കൂടാൻ പാടില്ല. നട്ട്സ് ഹെൽത്തി ആണെങ്കിലും ഹൈ കാലറിയാണ്. അല്ലെങ്കിൽ ആവിയിൽ വേവിച്ച അടയോ കൊഴുക്കട്ടയോ പോലെയുള്ള എന്തെങ്കിലും എടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ മധുരമില്ലാത്ത ബ്ലാക്ക് കോഫിയോ ബ്ലാക്ക് ടീയോ ഗ്രീൻ ടീയോ എടുക്കാവുന്നതാണ്. ഇന്ന് ഞാൻ ഓൾമോസ്റ്റ് 1 hour സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്തു. 7:30 ആയപ്പോൾ ഡിന്നർ എടുത്തു. മുളപ്പിച്ച പയറും സാലഡുമാണ് കഴിച്ചത്. ഡിന്നറായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സൂപ്പ്, സാലഡ്, ഗ്രിൽ ഫിഷ്, ഗ്രിൽ ചിക്കൻ, അല്ലെങ്കിൽ റാഗി ദോശ, ഓട്സ് ദോശ, മൾട്ടിഗ്രെയിൻ ദോശ, ഓട്സ് കഞ്ഞി, ഇതൊക്കെ ഏതെങ്കിലും കറി കൂട്ടി എടുക്കാവുന്നതാണ്. ഡിന്നർ എപ്പോഴും ലൈറ്റ് ആയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇന്ന് 10,000 സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇന്നത്തെ ദിവസം എല്ലാം നന്നായി ചെയ്യാൻ പറ്റി. ഇന്ന് നിങ്ങൾ ആരൊക്കെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തു? അൺഹെൽത്തി ആയ ശീലത്തിൽ നിന്നും എന്തെങ്കിലും ഒരു മാറ്റമെങ്കിലും ഇന്ന് വരുത്താൻ പറ്റിയോ? കമൻറ്റ് ചെയ്യുക. കൂടാതെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കുക. See you in the next video. Bye bye.